ഈ നമ്മൾ പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു. ദിലീപേട്ടൻ്റെ കേസിന്റെ വിധി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പം ഇപ്പോഴും കോടതി വിധിച്ചിട്ടും പുള്ളിയെ കുറ്റവാളി എന്ന് തന്നെ തീരുമാനിച്ച ഒരു മെജോറിറ്റി വിഭാഗം ഓഡിയൻസ് ഉണ്ട്. പുള്ളിയുടെ സിനിമ കാണില്ല, പുള്ളി ഇപ്പോഴും കുറ്റവാളി എന്ന് കരുതുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ ദിലീപേട്ടന് പഴയ ഒരു കണ്ടിന്യൂസ്ലി അദ്ദേഹത്തിന്റെ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് ചില സിനിമകൾ വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഒന്നും ഫ്ലോപ്പ് എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ വർക്ക് ആവാതെ പോകുന്ന സിനിമകളാണ് തുടർച്ചയായിട്ട് അദ്ദേഹം സെലക്ഷനിൽ പറ്റുന്ന പാളിച്ചയായിരിക്കാം. അദ്ദേഹം ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ആളുകൾ പഴയ രീതിയിൽ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ ഭാവി പഴയ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യണം. അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ഇപ്പം തരുൺമൂർത്തി ദിലീപായിട്ട് കൊളാബ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കമൽനീര് ദിലീപായിട്ട് കൊളാബ് ചെയ്യുമോ അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ കൊളാബ് ചെയ്യുമോ? നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അല്ലേ ഇവര്. അപ്പം കൊളാബ് വരണം. അല്ലാതെ ദിലീപിനെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ബബ്ബ എഴുതിയ പോലെ ഏതെങ്കിലും 2 പിള്ളേരെ കൊണ്ടുവന്നിട്ട് അത് എഴുതിയിട്ട് കാര്യമില്ല. അത് അത്ര ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ മകൻ പുള്ളി ഇപ്പം ദിലീപിനെ വെച്ച് പടം ചെയ്യുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഡയറക്ടർ പടം വരണം. അല്ലാണ്ട് ദിലീപേട്ടൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു സിറ്റുവേഷനിൽ എപ്പോൾ ഉള്ളത്. ഡയറക്ടർ പടം വരണം. ഇതിൽ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നുകൊണ്ടോ ബബ്ബാണ് ആൾക്കാർ പോയത്. ഫസ്റ്റ് ദിവസം ഇത്രയും ആൾക്കാർ പോയത്. അതെ, ദിലീപേട്ടൻ്റെ സ്റ്റാൻഡ് ലോൺ സിനിമയായിരുന്നെങ്കിൽ അത്ര ഹൈപ്പ് അതിന് കിട്ടൂല. അപ്പം അങ്ങനെയുള്ള കൊളാബ് വരണം. പക്ഷെ അത്തരം ആളുകൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ലാന്ന് വിധിച്ചിട്ടും കൊളാബ് അത് പണ്ട് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ദിലീപേട്ടൻ വെച്ച് പണ്ട് ചെയ്ത ആൾക്കാരാണല്ലോ. എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അതെന്തുകൊണ്ടാവാത്തതെന്നുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടായിരിക്കാം. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തുണ്ടല്ലോ. ഇനിയിപ്പോൾ പണ്ടത്തെ ഫീൽഡ് ഔട്ടായ ഡയറക്ടേഴ്സ് ഇനിയിപ്പോൾ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഡയറക്ടർ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പൊ അൻവർ റഷീദ് ഇപ്പം ദിലീപേട്ടനെ വെച്ച് പടം തയ്യാറാവും. അവിടെ എല്ലാവരും അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ വെച്ചിട്ടാണ് കൂടുതലും കഥകൾ ആലോചിക്കുകയും. അപ്പൊ ആ സർക്കിള് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കോമഡിയും അതിൽ നിന്ന് വരുന്ന ഡ്രാമയും പരിപാടിയൊക്കെ തന്നെ ഇപ്പം വർക്കാവൂല. എങ്ങനെയെങ്കിലും പിന്നെ തള്ളിക്കയറ്റാന്നല്ലാതെ. ശരിയാ, അത് ജെന്യൂനായിട്ട് വർക്കാണ്. ഒരു സിനിമ അത്രയും കളക്ട് ചെയ്ത് ഹിറ്റ് ആവണമെങ്കിൽ തള്ളിക്കയറ്റിയാൽ ആ തല്ലിയ സർക്കിളിൽ മാത്രമേ ഹിറ്റ് ആവും, പബ്ലിക്കിനായിട്ട് ഹിറ്റ് ആവില്ല. ശരിയാണ്. ഇപ്പൊ ബബ്ബയുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈ പഴത്തൊലി തെന്നി വീഴുന്നതൊക്കെ മനഃപൂർവ്വം നമ്മൾ കാണിച്ചേക്കുവാണ്, ഞാനതൊക്കെ വിട്ടു എന്ന് പറയുന്നത്. അതില് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ലാലേട്ടന്റെ ഒരു ഗസ്റ്റ് റോളിനെ നിശിതമായിട്ട് എല്ലാരും വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അശ്വന്താണെന്നുണ്ടെങ്കിലും ഗോകുലത്തിന്റെ ഇപ്പം ഈ സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, കത്തനാരിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, ഗോകുലത്തിന്റെ അടുത്ത സിനിമയിലും ലാലേട്ടനാണ് നായകൻ. ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ ചത്താപ്പച്ചൽ ഗസ്റ്റ് റോൾ വരുന്നത്. പക്ഷെ അതിനും ഒരുപാട് നെഗറ്റീവ് ആളുകളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ചത്താപ്പച്ചന് മമ്മൂക്ക വന്നത് ചിലപ്പോൾ സ്ലാങ് വൈസ് ആൾക്കാർ കണക്ട് ആയാലൊക്കെ പറയുന്നുണ്ട്. ഈ ഗസ്റ്റ് റോളുകൾ ഇങ്ങനെ ചെയ്യുന്നതിൽ കമ്മിറ്റ്മെന്റ്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇവർ, അതെയോ ഇവർക്ക് ഇനി എന്ത് നോക്കാൻ കമ്മിറ്റ്മെന്റ്സാ? അല്ലാണ്ട് അങ്ങനെ എന്ത് നോക്കാതാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തോളൂ. അതല്ല ഇപ്പം എനിക്കൊന്ന് ഗോകുലം ഗോപാലൻ ലാലേട്ടനെ പർച്ചേസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയല്ല ഉണ്ടാവുന്നേ. ഇല്ലേ ബബ്ബയിലൊക്കെ ലാലേട്ടൻ തലവെക്കേണ്ട ആവശ്യം എന്താ? അത് കോമഡി വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പം മുൻപേ വേറെ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ എമ്പുരാന് ഇദ്ദേഹമാണല്ലോ ബാക്കപ്പ് ചെയ്ത്. അപ്പോൾ ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ മമ്മൂക്ക ഫണ്ടിട്ട പടമാണ് എനിക്ക് വന്നത് ചത്താപ്പച്ച. അതിൽ മറ്റേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മറ്റേ പുള്ളിയുടെ ജോർജ് ഇല്ലേ, ജോർജ് ഏട്ടനാണ്. അതുകൊണ്ട് അതിന് ഹൈപ്പും പ്രൊമോഷനൊക്കെ വന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു കൾച്ചറുണ്ട്. ഞാൻ നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, വെറുതെ കുറച്ച് സമയം വന്ന് ഇപ്പോൾ അടുത്തിറങ്ങിയ ചിരഞ്ജീവിൻ്റെ പടത്തിൽ മറ്റേ നാഗാർജുന വെങ്കടേഷ് അവസാനം കുറച്ച് സമയം. ഇപ്പോൾ സൽമാൻ ഖാൻ മറ്റേ ഇതിൽ ലൂസിഫറിലുണ്ട്, ലൂസിഫറിൻ്റെ തെലുങ്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകുന്നുണ്ട്. കന്നഡത്തിലും ആ ട്രെൻഡ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയില് ഒരു ഗ്രാഫ് ഇവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പടം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വന്ന് അവസാനം ഒരു കിടിലൻ ക്യാമിയോ ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പ് കയറി. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പരിപാടി കാണിക്കുന്ന. പക്ഷെ ബബ്ബ പോലത്തെ സാധനമൊക്കെ അയ്യോ ഈ ആ പാട്ട് ഒരുപാട് വിമർശനം കേട്ടായിരുന്നു. എൻ്റെ ഓഡിയോ ഇറങ്ങിയപ്പം ഹൈപ്പ് കയറി. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പം അതിനോട് അത്ര ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി തിയേറ്റർ കണ്ടപ്പോൾ അത്ര വലിയൊരു പ്രശ്നമായിട്ട് ഓഡിയോ മാത്രം കേട്ടപ്പോൾ ഒരു പ്രശ്നം തിയേറ്ററിൽ കേട്ടപ്പോൾ ഫീൽ ചെയ്തില്ല. തോന്നിയായിരുന്നോ? എനിക്കത് പാട്ട് മാത്രം കണ്ടപ്പോൾ വലിയ പ്രശ്നം തോന്നി. തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭീകര പ്രശ്നമായിട്ട് തോന്നി. ഞാൻ നിങ്ങളെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നി. കാരണം എനിക്ക് ക്യാരക്ടർ കണ്ടവിടെ മടുത്തുപോയി, ജീവിതം വെറുത്തുപോയി. പിന്നെ ആ ക്യാരക്ടർ പിന്നെ ഈ ഡാൻസ് കൂടി കളിച്ചപ്പോൾ അത് എന്ത് കോസ്റ്റ്യൂംസ്, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഭയങ്കര മോശം, ബിഗ് മോശം.
എല്ലാം മോശം. അതിൽ ഫ്രെയിം വെച്ചാൽ മോശം. അതിൽ രാവണപ്രഭുവിലെ സീന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഇങ്ങനെ മറ്റേ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നേ. അല്ല പറയണ്ടല്ലോ, ഒറ്റ എക്സാമ്പിൾ പറയാം. രാവണപ്രഭുവില് രഞ്ജിത്ത് ക്യാമറ വെച്ചേക്കുന്ന ലോ ആംഗിളിലാണ്. അപ്പൊ ലാലേട്ടന്റെ ആ ഒരു സാധനം നമുക്ക് വരുന്നുണ്ട്. ഇത് പുള്ളി ക്യാമറ മുകളിൽ കൊണ്ടുവച്ചിട്ട് ലാലേട്ടൻ ഇല്ല ഫ്രെയിമിന്റെ മുകളിൽ ഇത്രയും സ്പേസ് നിങ്ങൾ എടുത്ത് നോക്കിയാണ് ഇങ്ങനെയുള്ള ലാലേട്ടൻ. അപ്പൊ അത് ഡയറക്ടർക്ക് പ്രശ്നമല്ല, ലാലേട്ടന് മാത്രം പ്രശ്നമല്ല, മേക്കിംഗ് പരിപാടിയൊക്കെ പാളിയിട്ടുണ്ട്. പിന്നെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്നൊക്കെ അത്രയും സെറ്റായിട്ട് ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഈ മോഹൻലാൽ അല്ല ലാലേട്ടൻ മമ്മൂക്ക ഇവരെ ഈ 1-to-1 പോലെ അശ്വന്തിനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുമെന്ന് വെച്ചു ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ലാസ്റ്റ് പറയുന്നത്? കൺക്ലൂഷനിൽ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? അവരോ അല്ല അശ്വന്ത് അവരോട് ഒരു കാര്യം. ഇപ്പം നോർമലി ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്രയും റിവ്യൂ ചെയ്ത് അവർ ഇത്രയും നിശിതമായി വിമർശിച്ചതും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു റിവ്യൂവർ എന്ന നിലയിൽ അവരോട് ഒരു അശ്വന്തിന്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടാവും? നത്തിങ് പേഴ്സണൽ, എല്ലാം സിനിമയെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളതാണ്, അല്ലാതെ രണ്ടാളുടെ ഹ്യൂജ് ഫാനാണെന്നുള്ളത് ഞാൻ പറയും. അങ്ങനെ പറയാം. അതെ അതെ. ഓക്കെ. അല്ല ഞാൻ ചോദിച്ചതാ. ഈ റിവ്യൂ എന്ന് പറയുമ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉണ്ട് ഇപ്പം. അപ്പൊ അതിനെതിരെ ഒരു കേസൊക്കെ പല കേസുകളും അശ്വന്തിനെതിരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കേസ് അവിടെ ഉണ്ട്, അത് പിന്നെ അതിന്റെ പ്രോഗ്രഷൻ അറിയില്ല. പിന്നെ വിളിയോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഒരു ഹിയറിങ്ങിനെ പോയിട്ടുണ്ടായിരുന്നു റിവ്യൂ ബോംബിങ്ങിന്റെ, അത് ഒരു ഇന്റർവേഷൻ, അത് കഴിഞ്ഞ്. ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് കേസിന് വിളിക്കുമ്പോൾ എന്താ ആക്ച്വലി അവർ പറയണേ? അല്ലല്ല, അത് ആക്ച്വലി അത് മീഡിയ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് റിവ്യൂ ബോംബിംഗ് എന്നുള്ളത്. അത് കോടതി പറഞ്ഞിട്ടുള്ള സംഭവം ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ, പണം വാങ്ങി റിവ്യൂ ചെയ്യരുത്, പണം വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യരുത് എന്നുള്ളതാണ് കോടതി. അങ്ങനെ അതാണ് സ്റ്റേറ്റ്മെന്റ്. ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. അതായത് നിങ്ങൾ ഇത്ര 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പടത്തെ നെഗറ്റീവ് പറയും. അങ്ങനെയാണ് കേസ് പറയുന്നത്. അങ്ങനെയാണ് കോടതിയിൽ. പിന്നെ കോടതി ഇതിൽ പറഞ്ഞിട്ടുള്ള ബോംബിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്. മീഡിയ അത് എല്ലാ റിവ്യൂ ബോംബിംഗ് ആയിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഞാനിത് നേരിട്ട് പോയിട്ടുള്ള ആളല്ലേ, അദ്ദേഹം പറയുന്നത്. റിവ്യൂ ചെയ്യരുതെന്ന് കോടതി എങ്ങനെ പറയാ? റിവ്യൂ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് നമ്മുടെ മൗലികാവകാശമല്ലേ. അപ്പൊ അതിലല്ല കോടതി റിവ്യൂ ചെയ്യാനല്ല കോടതി ബോംബിംഗ് ഉദ്ദേശിച്ചത്. ആൾക്കാരെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്നതാണ് ബോംബിംഗ് എന്നുള്ള. അതല്ല ബോംബിങ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ആവശ്യപ്പെടുക, എന്നിട്ട് ചെയ്യാം. കേസാണോ വന്നേക്കുന്നത്? ആ, ഈ പടം ഇനി വരുമ്പോൾ റിവ്യൂ ചെയ്യും അറിയില്ല. അത് ആ പടം എനിക്ക് കാണാൻ ഇപ്പം വലിയ സ്റ്റാറിനെ വെച്ച് ചെയ്താൽ എന്തായാലും ചെയ്യും. ഇപ്പം ദിലീപ് ഇങ്ങനെ വീണ്ടും ഡിലീറ്റ് ചെയ്യും? ഇല്ലില്ല, അത് ദാറ്റ്സ് ഓൾ ഓവർ. അതില്ല, ജീവന ഭീഷണി എന്നാലും ഇനി പിന്നോട്ട് പോകില്ല. ഇല്ലല്ല, ജീവന ഭീഷണി അല്ലെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവൻ എപ്പോഴും ഭീഷണി ഉണ്ട്. ആരിൽ നിന്ന്? അതാരും ആവാം. അതെനിക്ക് ഇൻസൈഡ് റിപ്പോർട്ട് എനിക്കറിയാം. അല്ല, സിനിമ റിവ്യൂ ചെയ്തുകൊണ്ട് മാത്രം വന്ന ശത്രുക്കള്? അതെ അതെ അതെ. അല്ലാതെ ഞാൻ എന്താ പറഞ്ഞു ചെയ്തേ? അല്ല, എനിക്ക് ശത്രു. ഒരു സിനിമ റിവ്യൂ ചെയ്തു, അശ്വന്ത് റിവ്യൂ ചെയ്യുന്നതിന്റെ മാത്രം ഒരു സിനിമ ഫ്ലോപ്പ് ആവോ? അല്ല, അവർക്ക് പേഴ്സണൽ ദേഷ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയുന്ന രീതി കൊണ്ടായിരിക്കാം. മനസ്സിലായോ? ചെറിയ ആൾക്കാർ അവർക്ക് തോന്നുമായിരിക്കും ഞാൻ കാരണമാണ് അവരുടെ കരിയർ മോശമായതെന്നോ നശിച്ചതെന്നോ ഒരാൾക്ക് തോന്നി വ്യക്തിപരമായിരിക്കും. മെൻഷൻസ് ഉണ്ടാവാനോ. കാരണം ഇത് ഒരു മനുഷ്യനെ 100 മനുഷ്യന്മാരല്ല ഞാൻ ഡീൽ ചെയ്യുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 10-300 ആൾക്കാരെ അങ്ങനത്തെ 100 കണക്കിന് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്നെ തോന്നിയാൽ പോരെ? അല്ലെങ്കിൽ ഒരു കോക്കസ് ഉണ്ടാക്കിയാൽ പോരെ? ഇവരത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. മനസ്സിലായോ? അപ്പൊ അവർക്ക് പൈസയുണ്ട്, പവർ ഉണ്ട്, ഇതൊക്കെ ഉള്ളിലുണ്ട്. ഉണ്ട്. പക്ഷെ അത് പേടിച്ചിട്ട് ജീവിക്കുന്നല്ലേ കേട്ടോ. അങ്ങനെ വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് നിർത്തുന്നില്ല. എനിക്ക് ഓൾറെഡി വേറെ ജോലിയുണ്ട്. ലീവാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട്. അപ്പൊ പിന്നെന്താ വെച്ചാൽ നമ്മളൊരു ലൈഫല്ലേ ഉള്ളൂ. പിന്നെ 40-40 വയസ്സായി. ഇനിയിപ്പോ വെറുതെ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട. 40 വയസ്സായിട്ടില്ല, 40 ആവും വൈകാതെ. നമ്മളൊക്കെ ഒരേ പ്രായമായിരിക്കും. 40s കിടക്കും ഇപ്പോ, അധികം വൈകാതെ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ ജീവിച്ചു, ഇനി അത്രയൊക്കെ മതി. ഇനി ബാക്കി വരുന്ന പോലെ നോക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനാണ് ഇങ്ങനെ ചെയ്യണം, നല്ല ജോലിയില്ലേ? അവർക്ക് വീട്ടുകാർക്ക് ഞാൻ ജോലിക്ക് പോകുന്ന താല്പര്യം, അതായത് ഉള്ള ജോലിക്ക് പോകുന്ന താല്പര്യം. പക്ഷെ എനിക്കത് പോകുന്ന വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എന്റെ താല്പര്യമില്ല വലുത്, വീട്ടുകാരുടെ താല്പര്യമില്ലല്ലോ. ഓക്കെ.
ഈ പിന്നെ സിനിമയെ പറ്റി നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ഏറ്റവും കൂടുതൽ പറയണല്ല, അശ്വൻ തന്നെ പല റിവ്യൂ പറഞ്ഞിട്ടാണ് ഈ വനിതാ വിനിത യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പേരും അവിടെ വരുന്ന ഒരുപാട് പ്രത്യേക കഥാപാത്രങ്ങളുണ്ട്. കോമാളികൾ. ഓക്കെ, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും പ്രത്യേക കോമാളി ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കോമാളിയല്ല, അതായത് വേഷം കെട്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ സർക്കസിലൊക്കെ വരുന്ന പോലെ ജോക്കേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അവിടുത്തെ റിവ്യൂ വരുന്നു. അവിടുത്തെ റിവ്യൂ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നീട് വരുന്ന ആൾക്കാരെല്ലാം സ്ഥിരമായി ഒരേ സിനിമ, എല്ലാ സിനിമയ്ക്കും വരുന്ന ഒരേ ആൾക്കാർ എന്നുള്ളൊരു മൂഡിലേക്ക് വന്ന ആ റിവ്യൂവിന്റെ ഒരു ജെനുവിനിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഇല്ലല്ലോ, അത് പൊളിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴും ഉണ്ട്. ഇല്ലില്ല. ആരുണ്ട്? ഒരാൾ പറഞ്ഞ ആരുമില്ല. റിവ്യൂ പറഞ്ഞ ഇഷ്ടംപോലെ എല്ലാ റിവ്യൂ പറയുന്നല്ല, മറ്റേ വേഷം കെട്ടി വന്നിട്ടുള്ള എന്താ കോസ്പ്ലേ എന്താ പറയുന്നത്, അതില്ലേ ഇപ്പോ? അങ്ങനെ ഓക്കെ ഓക്കെ. ഓരോ സിനിമയ്ക്ക് അവരിപ്പോഴും സോഷ്യൽ മീഡിയയിലും ഈ സിനിമ ലൊക്കേഷനിലും പൂജകളിലും സജീവമായി പോകും. ഇപ്പൊ പറയുന്ന ആൾക്കാർ സിനിമയുടെ ക്രൂവും അവരെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. മറ്റേ ഞാൻ പറയുന്നത് ഈ ആറാട്ടണ്ണൻ, അലിൻ ജോസ്, അവരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് തന്നെയുണ്ട്. അവര് വേറെ വനിതയിലില്ല, അതാ ഞാൻ പറഞ്ഞേ.